നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ ആണ്. ഇതിനു മുമ്പായിട്ട് നമ്മൾ MPC 006ലുള്ള 6 ന്യൂമറിക്കൽസിൽ പ്രധാനപ്പെട്ട 6 ന്യൂമറിക്കൽസിൽ 3 നോക്കിയിട്ടുണ്ട്. അതായത് അന്നോവ, കൈ സ്ക്വയർ, മാൻ വൈറ്റ്നെ യു ടെസ്റ്റ്. ഇത് 3 നമ്മൾ നോക്കിയതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ അല്ലെങ്കിൽ സ്പിയർമാൻസ് റോ എന്നുള്ളതാണ്. എന്താണ് സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ അല്ലെങ്കിൽ സ്പിയർമാൻസ് റോ? അതിൽ എങ്ങനെയാണ് നമ്മൾ ആൻസറിലെ അസംഷൻസ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. സ്പിയർമാൻസ് റോ ഉപയോഗിക്കുന്നത് ടു നോ വാട്ട് ഈസ് ദ കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. നമുക്ക് തന്നിട്ടുള്ള 2 വേരിയബിൾസ് തമ്മിലുള്ള എത്രത്തോളം റിലേഷൻ ഉണ്ട് എന്ന് നോക്കാനാണ്. അതുപോലെ തന്നെ അത് എത്രത്തോളമുണ്ട്, ഹൗ മച്ച് ഈസ് ദ കോറിലേഷൻ ആൻഡ് വാട്ട് ഈസ് ദ കോറിലേഷൻ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിയർമാൻസ് റോ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കഴിഞ്ഞ ഡിസംബറിൽ, അതായത് 2023 ഡിസംബറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിന് 10 മാർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എ, ഡാറ്റ ബി. അതിൽ 10 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിലും നമ്മൾ മാൻ വൈറ്റ്നെ യു ടെസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ റാങ്ക് ഓർഡർ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുകയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ 6 കോളംസ് വരക്കണം. ഒന്നാമത്തെ കോളത്തിൽ നമ്മളുടെ ഗ്രൂപ്പ് എ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള എല്ലാ നമ്പേഴ്സും അതിലെഴുതുക. ഇനി രണ്ടാമത്തെ കോളം അവിടെ ഒഴിച്ചു വിടുക. അവിടെ നമുക്ക് റാങ്ക് ഓർഡർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂന്നാമത്തെ കോളത്തിലാണെങ്കിൽ നമുക്ക് ബിയിലുള്ള എല്ലാ നമ്പേഴ്സും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്പേഴ്സൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ റാങ്ക് ഓർഡർ എഴുതണമെന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ റാങ്കിന് നമ്മൾ 6 എന്ന് കൊടുക്കുന്നു, RA. അതുപോലെ തന്നെ ബിൻ്റെ ഭാഗത്ത് RB. ഇനി ഇതിൻ്റെ റാങ്ക് ഓർഡർ നമ്മൾ കൊടുക്കണം. ഈ റാങ്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യു ടെസ്റ്റിൽ നമ്മൾ 2നും കൂടിയിട്ടാണ് നമ്പേഴ്സ് ഒരുമിച്ച് കൊടുത്തത്. എന്നാൽ ഇതിൽ ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ റാങ്ക് ഓർഡർ കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ 2 വിധത്തിലും കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡറാണ് പ്രിഫർ ചെയ്യുന്നത്. അസെൻഡിങ് ഓർഡർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അസെൻഡിങ് ഓർഡർ ചൂസ് ചെയ്യുന്നത്. അതായത് ചെറിയ നമ്പേഴ്സിന് ചെറിയ റാങ്ക് കൊടുക്കുക. ഇവിടെ 2 ആ ഒരു ഗ്രൂപ്പിൽ ചെറിയ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2ന് 1 എന്നുള്ള നമ്പർ കൊടുക്കുന്നു. പിന്നെ ഉള്ളത് അതിൻ്റെ മുകളിലായിട്ടുള്ളത് 6 ആണ്. 6ന് 2 കൊടുക്കുന്നു, 7ന് 3 കൊടുക്കുന്നു. ഇനി 8 ഉണ്ടെങ്കിൽ അതിന് 4 കൊടുക്കും. 8 ഇല്ലാത്തതുകൊണ്ട് 10 ആണുള്ളത്, 10ന് 4 കൊടുക്കുന്നു. അതുപോലെ ബാക്കിയുള്ളതിൻ്റെ ഓർഡറും കൂടെ നോക്കിയിട്ട് ഇങ്ങനെ എഴുതുക. ഇവിടെ നമുക്ക് 10 ഐറ്റംസ് ആണുള്ളത്. അതുകൊണ്ട് 10 വരെയാണ് നമുക്ക് 1 to 10 ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇനി അഥവാ നമ്മൾ ഇങ്ങനെ നമ്പേഴ്സ് ഓർഡർ കൊടുക്കുമ്പോൾ ഒരു നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മാൻ വൈറ്റിൽ ചെയ്തതുപോലെ തന്നെ 2ൻ്റെയും പൊസിഷൻ കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്ര നമ്പർ ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 10 എന്നുള്ള നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് 2 തവണയുണ്ട്. 10 ആയിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ 10ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 6 ആണ്. 6 പ്ലസ് നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 7 ആണ്. 6 + 7 ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്തിട്ട് അത് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മൾ നമ്മളുടെ 10ൻ്റെ നേരെയായിട്ട് റാങ്ക് ഓർഡറായിട്ട് എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 2നും റാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കോളത്തിലാണ് എഴുതേണ്ടത്. ഡി കണ്ടുപിടിക്കുക. അതായത് ഇത് തമ്മിലുള്ള ഈ റാങ്ക് ഓർഡർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. RA - RB. D = RA - RB. RA എന്ന് RB കുറക്കുക. 8 - 10. നമ്മൾ ഇതിൻ്റെ ചിഹ്നം നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇനി ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ആ നമ്പേഴ്സ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് D സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ D കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ സ്ക്വയർ, അതായത് -2 സ്ക്വയർ 4, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 1 സ്ക്വയർ 1, 6 സ്ക്വയർ 36, 3 സ്ക്വയർ 9, 0 സ്ക്വയർ 0, 3 സ്ക്വയർ 9, 2 സ്ക്വയർ 4. അതുപോലെ എല്ലാം എഴുതി കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സമ്മേഷൻ ഓഫ് D സ്ക്വയർ.
അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ ആഡ് ചെയ്തിട്ട് വേണം സമ്മേഷൻ ഓഫ് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 68 കിട്ടുന്നുണ്ട്. എന്ന് നോക്കേണ്ടത് ഇവിടെ n എത്രയാണ് എന്ന് നോക്കണം. n എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിലുമുള്ള നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ n എന്ന് പറയുന്നത് ആണ് ഉള്ളത്. അപ്പോൾ 10 എന്ന് കൊടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടേബിളിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരക്കാവുന്നതാണ്. ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് സ്പിയർമാൻസ് റോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് R എന്നുള്ള അക്ഷരം ഉപയോഗിക്കാം, അല്ലെങ്കിൽ RS ഉപയോഗിക്കാം, അല്ലെങ്കിൽ P തിരിച്ചിട്ട പോലെയുള്ള ഈ ഒരു റോ ചിഹ്നം ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഫോർമുല എഴുതലാണ്. അതായത് നമ്മളുടെ സ്പിയർമാൻസ് റോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു 1 - 6 into summation of d square divided by n into n square minus 1. ഇതാണ് നമ്മുടെ R കണ്ടുപിടിക്കാനുള്ള സ്പിയർമാൻസ് റോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് നമുക്ക് നമ്മുടെ വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇവിടെ R ഈസ് ഈക്വൽ ടു 1 - 6 ഇൻറ്റു നമ്മുടെ സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 68 ആണ്. 68 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1. That means 1 - 6 into 68 408 ആണ്. ഡിവൈഡഡ് ബൈ 990. That is equal to 1 - 0.412. 1 - 0.412 എന്ന് പറഞ്ഞാൽ 0.588. അപ്പോൾ നമ്മുടെ RS അല്ലെങ്കിൽ R റോ ഈസ് ഈക്വൽ ടു 0.588. നമുക്കിത് ഇതുപോലെ ബോക്സിൽ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഫോർമുലയും ഇതുപോലെ ബോക്സ് ആക്കി വെക്കണം. ഇത് ഇവിടെ തീർന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതായത് ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടിയാൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ആൻസർ പൂർണ്ണമാകുന്നത്. സ്പിയർമാൻ്റെ കോറിലേഷൻ്റെ വാല്യൂസ് ആണിത്. ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആവാം, പോസിറ്റീവ് കോറിലേഷൻ ആവാം, സീറോ കോറിലേഷൻ ആവാം. അതായത് +1 to -1 വരെയാണ് നമ്മളുടെ ഈ ഒരു കോറിലേഷൻ വാല്യൂ ഉണ്ടാവുക. നമുക്ക് ലഭിക്കുന്ന സ്പിയർമാൻസ് റോ വാല്യൂ എന്ന് പറയുന്നത് 1നും 0.75നും ഇടയിലാണെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ, വാരിയബിൾസ് തമ്മിൽ സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് എന്ന് പറയാം. ഇനി നമ്മളുടെ വാല്യൂ 0.75നും 0.5നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷനും, 0.5നും 0.1നും ഇടയിലാണെങ്കിൽ വീക്ക് പോസിറ്റീവ് കോറിലേഷനും, 0 ആണെങ്കിൽ നോ കോറിലേഷൻ, വാരിയബിൾസ് തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല എന്നും പറയാം. ഇനിയിപ്പോൾ ഇത് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നെഗറ്റീവ് സ്ട്രോങ് പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടായിരിക്കും, മോഡറേറ്റ് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടാകും. ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂസ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മളുടെ ആൻസറിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ആറുടെ വാല്യൂ എന്ന് പറയുന്നത് 0.588 ആണ്. അതായത് ഇത് 0.75നും 0.5നും ഇടയിലായിട്ടുള്ള ഒരു നമ്പറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദർ ഈസ് എ മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ 2 റാങ്ക്സ് ഓഫ് ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. അതായത് ഇവിടെ 0.5 ആയതുകൊണ്ട് തന്നെ നമ്മളുടെ റാങ്കുകൾ തമ്മിൽ കോറിലേഷൻ ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും ആകുമ്പോൾ നമ്മുടെ ആൻസർ ഫുള്ളായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.